കണ്ണൂർ സർവകലാശാലയിൽ ഒന്നാം വർഷ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. രണ്ടാമത്തെ അതിൽ കാണുന്ന പല പ്രൊസീജിയറുകളും സാധാരണ ഇപ്പോൾ അനുഭവിക്കുന്ന കുട്ടികൾ കണ്ണൂർ ജില്ലയിലായാലും കാലിക്കറ്റിലായാലും എവിടെ പഠിച്ചു എന്നറിയില്ല, യൂണിവേഴ്സിറ്റിൻ്റെ പേരും സർട്ടിഫിക്കറ്റുമാണുള്ളത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ലോകത്ത് എവിടെ പോയാലും അതിജീവനത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ശ്രീനാരായണ വന്നതോടുകൂടി ഇപ്പം നമ്മൾ അറിയാം, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, പഞ്ചാബിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലും അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ ആ യൂണിവേഴ്സിറ്റികളൊന്നും അതുകൊണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. മധുരൈ കാമരാജ്, അണ്ണാമലൈ, എത്ര യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിലുണ്ട്. അവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളിടത്ത് പഠിച്ചോട്ടെ. ഞങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കൊന്നും എതിരല്ല. അവിടെയാണ് വേണ്ടവർ അവിടെ പഠിച്ചോട്ടെ. ഇനി കണ്ണൂരിൽ വേണം, കണ്ണൂരിൽ പഠിച്ചോട്ടെ. ഇനി ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി വേണം, അവിടെ പഠിച്ചോട്ടെ. അപ്പം ഈ ഒരു ബാൻ ചെയ്യുകയാണ് ഇവിടെ. ബട്ട് വെള്ളക്കാരൻ പോലും വിദ്യാഭ്യാസത്തിന് ഇത്തരം നിരോധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു വലിയ വിഷയമാക്കിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഒരു അഭ്യർത്ഥനക്കാണ് കണ്ണൂർ സർവകലാശാല ഈ മാസം തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ക്ഷണിക്കണം എന്ന് ഒരു വലിയൊരു കവറേജ്. കാരണം യൂണിവേഴ്സിറ്റിയും പറയുന്നു, നിങ്ങൾ ഇതാ കാലിക്കറ്റിൻ്റെ പഠിക്കൽ വലിയ സമരം എപ്പോഴാണ് ഈ മാസം മാർച്ചും ധർണ 17-ാം തീയതി നടക്കുകയാണ്. അവിടുന്ന് പറയുന്നത് നിങ്ങൾ ഒച്ചയും വിളി എന്തൊക്കെ ആക്കിയാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നാണ്. അതായത് കുട്ടികളൊക്കെ ഇറക്കി ബസ് എറിഞ്ഞ് വിളിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ ചെല്ലി വിളിക്കണം. ഇതാണല്ലോ ഇപ്പോൾ സമരം എന്ന് പറയുന്നത്. ജലപീരക ഉപയോഗിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾ പാരലൽ കോളേജ് പ്രവർത്തകർ 50 വർഷമായിട്ട് ചെയ്ത് ശീലമില്ല. നമ്മുടെ കുട്ടികളല്ലേ പഠിപ്പിക്കാൻ മാത്രമേ നമുക്കറിയൂ. രാഷ്ട്രീയ സമരമുഖങ്ങൾ നമുക്ക് പരിചയമില്ല. കാലിക്കറ്റിൽ അവസാനം അവർ നിർബന്ധിതമായി അവിടേക്ക് പോവാണ്. കണ്ണൂരിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം എന്നിട്ടും ക്ഷണിക്കാത്തത് കൊണ്ട് ആയിരക്കണക്കിന് അധ്യാപകരും വിദ്യാർത്ഥികളും കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ പോയി അവിടെ ഇരുന്നു. ഞങ്ങൾ എല്ലാവരുടെ പേരിൽ കള്ളക്കേസ് എടുത്തു. അതൊന്നും പ്രശ്നമല്ല, ഗതികേട് കൊണ്ട് നമ്മൾ ചെയ്തു. ഇനി അങ്ങനെ പറ്റുമെങ്കിൽ ഈ 3 ജില്ലകളുടെ മുഴുവൻ സമാന്തര മേഖലയിലെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങും, സമരമുഖത്തിറങ്ങും എന്ന് ഒരു സംശയവുമില്ല. അത് സർക്കാരിൻ്റെ സർവകലാശാലയുടെയും അറിയിപ്പിലേക്ക് ശ്രദ്ധയിൽ നമ്മൾ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ നല്ല കാലത്ത് ഈ ശ്രീനാരായണൊക്കെ വരുന്നുകൾ 3 വർഷം കൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. അത് കുറഞ്ഞിപ്പം അത് നവംബറിൽ റിലീസ് ചെയ്തുകൊണ്ടാണെന്ന് ഓർമ്മിക്കണം. നിർത്തിയ സമയത്ത് ഈ നവംബറിലൊക്കെ ക്ഷണിച്ചാൽ ഏത് സെമസ്റ്റർ എങ്ങനെ പഠിപ്പിക്കും പ്രോഗ്രാമിൻ്റെ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഇതുണ്ടായിരുന്നു. അവിടെ മന്ത്രി പറഞ്ഞ കാര്യം ഞങ്ങൾ ഇവിടെ നിങ്ങളോട് പറയുന്നില്ല. മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ. ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനം. അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ 100% വിജയത്തിളക്കവുമായി MG-ITI. ഇരിട്ടി മേഖലയിൽ ആദ്യമായി NCVT അഫിലിയേഷൻ നേടിയ ITI. അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ. MG-ITI, a unit of Iriti Educational Society, permanently affiliated to NCVT Government of India. Scaling up the skill development efforts of India by outcome-focused training. Come, learn and grow with MG-ITI. നൂതന മെഷീനറികൾ ഉപയോഗിച്ചുള്ള ട്രെയിനിങ്. AutoCAD, ടോട്ടൽ സ്റ്റേഷൻ സർവേ. ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ. NCVTയുടെ നാഷണൽ ഗ്രേഡിംഗ് 2023 8 സ്റ്റാർ റേറ്റിംഗ് നേടിയ ITI. പുതിയ കരിയറിലേക്ക് കുതിക്കൂ MG-ITI യോടൊപ്പം. MG-ITI, a unit of Iriti Educational Society.